ഇന്റർവ്യൂ ഇന്ന ദിവസം എന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ പറഞ്ഞു 1 month കഴിഞ്ഞേ ഉണ്ടാവൂ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് ലാഗായിരുന്നു. പിന്നെയാണ് ലാൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് കോണ്ടാക്ട് ചെയ്തത്. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കോൺട്രാക്ട് ഒന്ന് ഞാൻ സൈൻ ചെയ്തായിരുന്നു. ദർ ഔഗസ്റ്ററിൻ ക്രാങ്ങൻഹൗസർ എന്ന് പറഞ്ഞൊരു പ്ലേസിലാണ് കിട്ടിയത്. ആ ഹോസ്പിറ്റലിൽ എനിക്ക് കിട്ടിയത്. അപ്പോൾ അവിടെയൊക്കെ എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ എക്സ്പീരിയൻസ് കുഴപ്പമില്ല, ഫ്രഷേഴ്സിനെ കൊണ്ടുപോകും, കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഹാപ്പിയായി. ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ പേര് ആവണി. ഞാൻ വരുന്ന ആലപ്പുഴ കുട്ടനാട് നിന്നാണ്. ഞാൻ നേഴ്സിംഗ് പഠിച്ചത് കൊല്ലത്താണ്. ഞാനൊരു BSc നേഴ്സാണ്. പാസ് ഔട്ട് ആയത് 2022 അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നത്. എനിക്ക് ആക്ച്വലി ആദ്യം ജർമ്മൻ ലാംഗ്വേജിന്റെ കാര്യമൊന്നും അറിയത്തില്ലായിരുന്നു. എൻ്റെ കസിൻ ചേച്ചി ജർമ്മനിയിലാണ്. ചേച്ചി പറഞ്ഞാണ് ഞാൻ ഇതുപോലെ ജർമ്മൻ ലാംഗ്വേജിനെ പറ്റി അറിയുന്നത്. അങ്ങനെയാണ് ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട് തീരുമാനിക്കുന്നത്. ജർമ്മനിയിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ അവിടുത്തെ കൾച്ചർ ആണെങ്കിലും എല്ലാം നമുക്ക് ഭയങ്കരമായിട്ട് ബെറ്ററായിട്ട് നമ്മുടെ ലൈഫ് കൊണ്ടുപോകാനായിട്ട് അവിടെ സാധിക്കും. എനിക്കൊരു ന്യൂ കരിയർ അവിടെ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ 22 പഠിച്ചിറങ്ങുന്നത്. അത് കഴിഞ്ഞ് ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ 5 മാസം വർക്ക് ചെയ്തായിരുന്നു. പിന്നീട് ഞാൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട് പോയി. അത് കഴിഞ്ഞ് ഞാൻ ഒരു ഏജൻസിയിൽ ഇങ്ങനെ പോയായിരുന്നു. അവിടെ കുറച്ച് ഇന്റർവ്യൂ ആണെങ്കിലും കുറച്ച് ലാഗായിരുന്നു. ഇന്റർവ്യൂ ഇന്ന ദിവസം എന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ പറഞ്ഞു 1 month കഴിഞ്ഞേ ഉണ്ടാവൂ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് ലാഗായിരുന്നു. പിന്നെയാണ് ലാൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് കോണ്ടാക്ട് ചെയ്തതിൻ്റെ അന്ന് തന്നെ എൻ്റെ സ്ക്രീനിങ് നടത്തിയായിരുന്നു. അപ്പോൾ സ്ക്രീനിങ് ഓക്കെ ആണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വിത്തിൻ 2 days എൻ്റെ മെയിൻ ഇന്റർവ്യൂ നടത്തി. എൻ്റെ ഇടയ്ക്ക് എനിക്ക് പ്രിപ്പറേഷൻസ് ഒക്കെ തന്നായിരുന്നു. അപ്പോൾ അതെനിക്ക് മെയിൻ ഇന്റർവ്യൂവിൽ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. മെയിൻ ഇന്റർവ്യൂവിന്റെ റിസൾട്ട് വന്നു. അത് കഴിഞ്ഞ് 2 weeks കഴിഞ്ഞപ്പോഴത്തേക്കും കോൺട്രാക്ട് വന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഡോക്യുമെന്റേഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് കിട്ടിയതുകൊണ്ട് എന്തായാലും പെട്ടെന്ന് നടക്കും എന്നുള്ളൊരു പ്രതീക്ഷ. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കോൺട്രാക്ട് ഒന്ന് ഞാൻ സൈൻ ചെയ്തായിരുന്നു. അവിടുത്തെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ എല്ലാം പെട്ടെന്ന്, അവിടെ കുറച്ച് ലാഗായിരുന്നു. ഇന്റർവ്യൂ ആണെങ്കിലും പ്രിപ്പറേഷൻ ആണെങ്കിലും ജസ്റ്റ് ചുമ്മാ ഓരോ ഇത് മാതിരി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പക്ഷെ ഇവിടെ പെട്ടെന്നല്ല. എനിക്ക് അവിടുത്തെ സ്ക്രീനിങ് എനിക്ക് ഓക്കെ അല്ലായിരുന്നു. അപ്പോൾ ക്വാളിഫിക്കേഷൻ ഇല്ല B2 അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇവിടെ വെച്ച് നോക്കുമ്പോഴത്തേക്കും എല്ലാം ഓക്കെ ആയിരുന്നു. ക്വാളിഫിക്കേഷൻ ഉണ്ട്, ഇന്റർവ്യൂ പെട്ടെന്ന് പാസ്സായി, കോൺട്രാക്റ്റും പെട്ടെന്ന്, എല്ലാം പെട്ടെന്ന് ചെയ്യാൻ പറ്റി. ജെനി ആയിരുന്നു എൻ്റെ മെന്റർ. അപ്പോൾ എനിക്ക് ആളാണെങ്കിൽ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അതുപോലെ ഇപ്പൊ ഞാൻ എന്ത് ചോദിച്ചാലും എനിക്ക് അപ്പം റിപ്ലൈ തരും. എപ്പോഴും എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരുമായിരുന്നു. ഡോയ്ച്ച്ലൻഡ് നമുക്ക് കരിയർ ബിൽഡ് ചെയ്യാനാണേലും എല്ലാ കാര്യത്തിനും ജർമ്മൻ ഒരു നല്ല പ്ലേസ് ആണ്. കുറെ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, എല്ലാ തരത്തിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ട്. നമുക്ക് സെറ്റിൽ ആകാനാണേലും നമ്മുടെ കരിയർ ബിൽഡ് ചെയ്യാനാണേലും എല്ലാം കൊണ്ടും നല്ലൊരു കാര്യമാണ്. ജർമ്മൻ ചൂസ് ചെയ്യുന്ന എന്തായാലും നല്ലൊരു കാര്യം. എനിക്ക് ക്യൂലിനില് ദർ ഔഗസ്റ്ററിൻ ക്രാങ്ങൻഹൗസർ എന്ന് പറഞ്ഞൊരു പ്ലേസിലാണ് കിട്ടിയത്. ആ ഹോസ്പിറ്റലിൽ എനിക്ക് കിട്ടിയത്. ആക്ച്വലി എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. അപ്പൊ എനിക്ക് കിട്ടുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ അവിടെയൊക്കെ എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ എക്സ്പീരിയൻസ് കുഴപ്പമില്ല, ഫ്രഷേഴ്സിനെ കൊണ്ടുപോകും, കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഹാപ്പിയായി. പിന്നെ അതിനുവേണ്ടി നമ്മൾ അതിന്റെ പുറകേല് ലാംഗ്വേജ് പഠിക്കണം എന്നുള്ള രീതിയിൽ നടന്ന് നമുക്ക് എന്തായാലും നന്നായിട്ട് പഠിക്കാൻ പറ്റും. ജർമ്മൻ ലാംഗ്വേജിൽ ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന ആദ്യമായിട്ടായതുകൊണ്ട് അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ ഏതാണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. ആദ്യം തന്നെ അവർ പറഞ്ഞു ടെൻഷനൊന്നും അടിക്കേണ്ട, കുഴപ്പമില്ല, ഓക്കെ ആയിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ സെൽഫ് ഇൻട്രൊഡക്ഷൻ, പിന്നെ എന്തുകൊണ്ടാണ് ചൂസ് ചെയ്തത് ജർമ്മൻ, അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ ഹോസ്പിറ്റലിലെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, അങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ, ഒരു 1-2-3 ചോദ്യം എന്നോട് ചോദിച്ചത്. പിന്നെ അവിടുത്തെ കാര്യങ്ങളും നമ്മൾ അങ്ങോട്ട് പോകുന്ന കാര്യങ്ങൾ അവർ ഇങ്ങോട്ട് എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഓക്കെ ആയിരുന്നു എൻ്റെ. ഫ്രണ്ട്സിനാണേലും കുറച്ച് പേരൊക്കെ ഉണ്ട് എക്സാം എഴുതി പാസ്സാകാൻ നിൽക്കുന്നവരൊക്കെ ഉണ്ട്. എന്തായാലും ഞാൻ അവർക്ക് വേണ്ടി എന്തായാലും ഞാൻ റെക്കമെൻഡ് ചെയ്യും. ഫാസ്റ്റാണ്. പിന്നെ ഇവിടുത്തെ മെൻറ്റേഴ്സ് ആണേലും നല്ല ഫ്രണ്ട്ലി ആണ്. അവരെല്ലാവരും ഡീറ്റെയിൽസ് ആയിട്ടെല്ലാം പറഞ്ഞു തരും. അത് തന്നെ വലിയ കാര്യം. നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ടെല്ലാം ചെയ്യാൻ പറ്റുമല്ലോ. ഓൾമോസ്റ്റ് എല്ലാം കൊണ്ടും നല്ലതായിരുന്നു.